എല്ലാവർക്കും നമസ്കാരം. ചാനൽ 13.8-ൻ്റെ സിനിമാ ചർച്ചയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഒരു സിനിമാവലോകനത്തിനായി എടുത്തിരിക്കുന്ന സിനിമ ഏറ്റവും അധികം സ്ത്രീകൾ മുന്നോട്ട് വരികയും ഏകദേശം ഒരു സിനിമയുടെ മുഴുവൻ ഭാഗവും എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, എല്ലാ മേഖലകളും സ്ത്രീകൾ തന്നെ കൈയടക്കി വെച്ച് ഒരു മുഴുവൻ എന്ന് പറയാവുന്ന ഒരു സ്ത്രീ സിനിമയായി, അല്ലെങ്കിൽ സ്ത്രീകളുടെ സ്വന്തം സിനിമയെന്ന അഭിമാനത്തോടെ പറയാവുന്ന ഒരു ചിത്രമാണ് B3244 എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ ഒരു പേര് വളരെ ആദ്യം കേൾക്കുന്നവർക്ക് ഇതെന്താണ് ഇങ്ങനെ ഒരു പേര് എന്ന് ഒരതിശയവും, അല്ലെങ്കിൽ ഈ ഒരു വ്യത്യസ്തമായ ഒരു പേരിൻ്റെ പിന്നിൽ എന്താകും എന്നൊരു സംശയമൊക്കെ ഉണ്ടാവും. മറ്റൊന്നുമല്ല, സ്ത്രീകളുടെ മാറിടത്തിൻ്റെ അഴകളവുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് സ്ത്രീയുടെ മാറിടം എന്ന വിഷയത്തെ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണിത്. ഇതൊരു നമുക്കതിലൊരു സിനിമ എടുത്തിരിക്കുന്ന രീതി എന്ന് പറയുമ്പോൾ, നമുക്ക് സാധാരണ മാറിടം എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ പറഞ്ഞാലും അതൊരു പുരുഷൻ പറഞ്ഞാലും, അല്ലെങ്കിൽ രണ്ടുപേരുടെ ഒരു വ്യൂ പോയിൻറ്റിലും അതിനെ ഒരു നഗ്നതയുടെ അല്ലെങ്കിൽ അശ്ലീലത്തിൻ്റെ ഒരു ഛായയോടെയോ ചുവയോടെയോ ഒക്കെയാണ് ആളുകൾ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. അശ്ലീലതയില്ലാത്ത, അതേസമയം ഒരു ശരീരഭാഗം മാത്രമായി മാറുന്ന മാറിടങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഈ സിനിമയിലൂടെ നമ്മുടെ പ്രിയ സംവിധായിക ചെയ്തിരിക്കുന്നത്. ഓരോ കഥാപാത്രങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു ആത്മാവിൽ നിന്ന് തന്നെ പ്രചോദനം ഉൾക്കൊണ്ടാണോ എന്ന് തോന്നും വിധമാണ് ഈ ചിത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു ചിത്രം തുടങ്ങുന്നത് തന്നെ ഒരു മുറിവോടെയാണ്. മാറിടത്തിൽ നിന്ന് വന്ന മുറിവും രക്തവും ജലവുമെല്ലാം ഒരു കണ്ടെയ്നർ അല്ലെങ്കിൽ ഒരു കപ്പിലേക്ക് ഊറി വരുന്ന ഒരു ഫ്രെയിമിലൂടെയാണ് ആദ്യം നമുക്ക് ചിത്രത്തെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ഒരു സംശയം തോന്നും, ഈ ചിത്രം സംവദിക്കുന്നത് മാറിടം മുറിച്ച് കളഞ്ഞത് വളരെ ഒരു വേദനയുമില്ലാതെ, അല്ലെങ്കിൽ യാതൊരു നിരാശയുമില്ലാതെ വളരെ തന്മയത്വത്തോടെ, അല്ലെങ്കിൽ അങ്ങനെ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ത്രീയെ നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കില്ല. രമ്യ നമ്പീശൻ ചെയ്തിരിക്കുന്ന ഒരു കഥാപാത്രം എന്ന് പറയുന്നത്, ആ കഥാപാത്രം ആ ഒരു അഭിനേത്രി ആ കഥാപാത്രത്തെ കൈകാര്യം ചെയ്തിരിക്കുന്ന ഒരു വിധമുണ്ട്. അത് ഭയങ്കരമായിട്ട് നമുക്ക് ഉള്ളിൽ തട്ടും, അല്ലെങ്കിൽ ഹൈലി അപ്രീഷ്യബിൾ എന്ന് തന്നെ പറയാം. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മാറിടത്തിന്, അല്ലെങ്കിൽ അവളുടെ സ്ഥലങ്ങൾക്ക് വളരെയധികം വളരെ പ്രാധാന്യത്തോടെയാണ് അവളെ തന്നെ നഷ്ടപ്പെടുന്നത് പോലെയാണ് ഞാൻ കണ്ടിട്ടുള്ള പല സ്ത്രീകളും. അത് ക്യാൻസർ വന്നിട്ട് മാറിടം മുറിച്ച് കളഞ്ഞ പല സ്ത്രീകളും അവളെ തന്നെ, ഗർഭപാത്രം നഷ്ടപ്പെടുമ്പോഴും സ്ഥലങ്ങൾ നഷ്ടപ്പെടുമ്പോഴും ഒരു സ്ത്രീ എപ്പോഴും വല്ലാതെ തളർന്നു പോകുന്ന സന്ദർഭമാണ്. അവളില്ലാതായതുപോലെ, അല്ലെങ്കിൽ അവൾ സ്ത്രീ ആകാത്ത പോലെ, ഇനി മുതൽ ഞാൻ സ്ത്രീ അല്ലേ എന്നൊരു സംശയത്തിൽ അവൾ ജീവിക്കുന്ന പോലെയാണ് ഓരോ മാറിടം നഷ്ടപ്പെട്ട സ്ത്രീകളും, അതുപോലെ ഗർഭപാത്രം നഷ്ടപ്പെട്ട സ്ത്രീകളും എന്നോട് സംവദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് രമ്യ നമ്പീശൻ ചെയ്ത ഈ കഥാപാത്രത്തെ കാണുമ്പോൾ നമുക്ക് വല്ലാത്ത ഒരു അതിശയം തോന്നും. അവർക്ക് വേദനയുണ്ട്, വിഷമമുണ്ട്, പക്ഷേ ഏതൊരു ശാരീരിക അവയവത്തിന് വന്നിരിക്കുന്ന ഒരു അത് നമ്മുടെ പൂർണ്ണമായ ജീവിതത്തെ ബാധിക്കുന്ന
ഒരു ശരീര അവയവത്തിന് ഒരു കേടുപാട് സംഭവിച്ചാൽ അതേ പ്രകാരം നമ്മൾ മുറിച്ച് കളഞ്ഞ് നമ്മുടെ ജീവിതത്തെ ഭദ്രമാക്കും. ആ വിധത്തോടെ തന്നെയാണ് അവർ ഈ ഒരു അവയവത്തെയും കണ്ടുകൊണ്ട് ആ ചിത്രത്തിൽ നമ്മളോട് സംവദിക്കുന്നത്. പ്രണയവിവാഹിതരാണെന്ന് അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കി ജീവിച്ചവരാണെന്ന് തോന്നുന്ന പങ്കാളികൾ ആണ് അവർ. പക്ഷേ ഒരു മാറിടത്തിൻ്റെ മുറിവിൽ ആ പങ്കാളിത്വത്തിൽ സംഭവിക്കുന്ന ഏറ്റക്കുറച്ചിലുകൾ അല്ലെങ്കിൽ അതിൽ സംഭവിക്കുന്ന കളങ്കം അല്ലെങ്കിൽ ആ പരസ്പര ധാരണയിൽ സംഭവിക്കുന്ന പിശക് അത് വെളിവാക്കുന്നതാണ് ഈ ചിത്രത്തിൽ മാലിനി എന്ന കഥാപാത്രം അവരുടെ കുടുംബം നമ്മളോട് പറയുന്നത്. പെട്ടെന്ന് നമുക്ക് ആ ഒരു പങ്കാളിയോട് വളരെ സ്നേഹവും ബഹുമാനവും ഒക്കെ തോന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ എപ്പം മുതൽ അവർ ഒരു സർജറിക്ക് ശേഷം വീട്ടിലേക്ക് എത്തിയോ അവരുടെ ആരോഗ്യകാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധാലുവായ, അതുപോലെ അവരെ നന്നായി ശ്രദ്ധിക്കുന്ന ഒരു ഭർത്താവായിട്ടാണ് ആ പങ്കാളി പെരുമാറുന്നത്. പക്ഷേ ഒരു എന്താ പറയുക, ഒരു സ്ത്രീ ആഗ്രഹിക്കുന്ന ഒരു അടുപ്പമുണ്ട് ഒരു പുരുഷനിൽ നിന്നും അല്ലെങ്കിൽ തൻ്റെ പങ്കാളിയിൽ നിന്നും. അവളൊരു രോഗഗ്രസ്തയായിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവളുടെ മനസ്സ് ഇടറിപ്പോയ സന്ദർഭങ്ങളിൽ അവളെ ചേർത്ത് പിടിച്ചണയ്ക്കുന്ന ഒരു സ്നേഹം. പക്ഷെ പലപ്പോഴും അദ്ദേഹത്തിൽ നിന്ന് വായിച്ചെടുക്കാനാകുന്നത് അത് നിഷേധിക്കപ്പെടുന്നത് പോലെ. കാര്യം അയാൾ നന്നായി കുക്ക് ചെയ്യുന്നുണ്ട്, ഭക്ഷണം സെർവ് ചെയ്യുന്നുണ്ട്, അവരുടെ കാര്യങ്ങളിൽ മുറിവുണക്കുന്നതിനെ സംബന്ധിച്ചും കൃത്യമായ മരുന്നെടുത്തു കൊടുക്കുന്നതും എല്ലാം നോട്ടബിളാണ്. അത് നല്ലൊരു പങ്കാളിയാണ് എന്നുള്ളതിൻ്റെ ഒരു ശുഭസൂചനകളാണ്. പക്ഷേ എങ്കിൽ പോലും എവിടെയോ നമുക്ക് പിന്നെ മുന്നോട്ട് പോകുമ്പോൾ അവരിലെ ഒരു ഇഴയെടുപ്പം നഷ്ടപ്പെടുന്ന ചില ഒരു സന്ദർഭങ്ങൾ, രാത്രി കിടക്കാൻ നേരം അവർ അദ്ദേഹത്തെ ചേർന്ന് കിടക്കാനും പുണരാനും ആലിംഗനം ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കുന്ന സന്ദർഭങ്ങളിൽ അദ്ദേഹം അതിന് തയ്യാറാകുന്നില്ല. ഇത് പലപ്പോഴും ഈ സ്ത്രീകളുടെ മാസമുറ സംബന്ധിച്ച സന്ദർഭങ്ങളിൽ, അതായത് അപ്പോൾ പുരുഷന് സ്ത്രീയെ വേണ്ടാതാകുന്ന സന്ദർഭമാണല്ലോ സ്വാഭാവികമായിട്ടും. പലപ്പോഴും അപ്പോൾ അനിഷ്ടം കാണിക്കുന്ന ചില പങ്കാളികളെക്കുറിച്ച് പല സുഹൃത്തുക്കളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് മാറിക്കിടക്കൂ, അല്ലെങ്കിൽ ചേർന്ന് കിടക്കണ്ട, നീങ്ങിക്കിടക്കൂ എന്നൊക്കെ പറയുന്ന ഒരനുഭവം എന്നോട് പല സുഹൃത്തുക്കളും പങ്കുവച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക്, അതായത് സ്ത്രീകൾക്ക് പൊതുവേ ഒരു വൈകാരികമായ അടുപ്പം ചിലർക്കെങ്കിലും കൂടുതൽ തോന്നുന്ന സന്ദർഭമാണ്. അതായത് അവർ അസുഖബാധിതരായിരിക്കുമ്പോൾ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് വേദനിച്ചിരിക്കുമ്പോഴൊക്കെ കുറച്ചുകൂടി സാമീപ്യത്തെക്കാൾ ഏറെ ഒരു തഴുകലോ ഒരു തലോടലോ അല്ലെങ്കിൽ ഞാൻ നിനക്കുണ്ട് എന്ന് തോന്നിക്കുന്ന ചില, അത് നിർബന്ധമായും ചെയ്യേണ്ട ചില ശാരീരികമായി, അതായത് ആ അടുപ്പം ശാരീരികമായി തന്നെ ഫിസിക്കൽ ടച്ച് കൊണ്ട് തന്നെ റിവീൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഇത് നമുക്ക് മനഃപൂർവ്വം അല്ലെങ്കിൽ കൂടി അത് നിഷേധിക്കുന്ന പല സന്ദർഭങ്ങളും ചിത്രത്തിൽ വെളിവാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണുന്ന പ്രേക്ഷകർക്കും കഥാപാത്രത്തിൻ്റെ വേദനയോടൊപ്പം കൂടുതൽ ചേരാനാണ്, കൂടുതൽ ആ വേദനയിലാണ് നമ്മൾ കൂടുതൽ ചേരുക. കാരണം അപ്പോൾ അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തത്തിൻ്റെ നല്ല വശങ്ങളിലേക്ക് നമ്മൾ ഒരു പരിധിവരെ എത്തി നോക്കുമ്പോഴും അവരിൽ കാണുന്ന ഒരു ശൂന്യതയിലേക്ക് അദ്ദേഹത്തിന് എത്തിച്ചേരാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു നിരാശ, അത് മാലിനിയുടെ ഭാഗത്തു നിന്നും ചിന്തിക്കുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നു. അതിനുശേഷം അവർ കടന്നു പോകുന്ന ജീവിത പ്രതിസന്ധികളുണ്ട്, ഒറ്റപ്പെടുന്ന സന്ദർഭങ്ങളുണ്ട്. പങ്കാളി എപ്പോഴും ഒരു മോണിറ്ററിയൽ ബെനിഫിറ്റ് അല്ലെങ്കിൽ സാമ്പത്തികമാണ് ജീവിതത്തിൻ്റെ പല കാര്യങ്ങളിലും. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് അങ്ങനെ പോകുന്നത് കൊണ്ടാകാം. അദ്ദേഹം ആ ഒരു മോണിറ്ററിയൽ ബെനിഫിറ്റും കൊണ്ട് മാത്രം വ്യക്തികളെ അളക്കുകയും ആ ഒരു രീതിയിലേക്ക് ജീവിതം വലിച്ചടിപ്പിക്കുകയും ആ ഒരു വ്യൂ പോയിന്റിൽ ജീവിതത്തെ നോക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ പല ചെയ്തികളിൽ നിന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളിൽ നിന്നും നമുക്ക് ചിത്രത്തിലൂടെ മനസ്സിലാകുന്നുണ്ട്.
ആ വീട്ടിൽ ജോലിക്ക് വരുന്ന അല്ലെങ്കിൽ സഹായിയായി നിൽക്കുന്ന ആ പെൺകുട്ടിയുടെ ഇതേ ഏത് അഴകളവുകളാണോ സ്വന്തം പങ്കാളിക്ക് നഷ്ടപ്പെട്ടത്, അതേ അഴകളവുകളിൽ തന്നെ ആകൃഷ്ടനായി തൻ്റെ ഒരു പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റ് അതിൻ്റെ സാധ്യതകൾ കാണുകയും അവരുടെ ഇല്ലായ്മയെ മുതലെടുക്കാൻ ശ്രമിക്കുകയും അതിലൂടെ അദ്ദേഹത്തിൻ്റെ മാർക്കറ്റിംഗ് തന്ത്രം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പങ്കാളിയെ നമ്മളിവിടെ കാണുകയാണ്. അപ്പോൾ മാലിനി എന്ന കഥാപാത്രം അറിയാതെ തനിക്കറിയാത്ത തൻ്റെ പങ്കാളിയെ പല സന്ദർഭങ്ങളിലും വായിച്ചെടുക്കുന്നുണ്ട്. എനിക്കറിയാതെ പോയ പങ്കാളിയാണല്ലോ ഇദ്ദേഹം എന്ന് അവളോട് തന്നെ നിരാശപ്പെട്ട് പറയുന്നുണ്ട്. ഓരോ വ്യക്തിയുടെ ജീവിതത്തിലേക്കും വെളിച്ചമായോ പ്രകാശമായോ അല്ലെങ്കിൽ ശ്വാസമായോ ജീവിക്കാൻ പ്രേരണയാകുന്ന എന്തൊക്കെയായി പല ആളുകളും കടന്നു വരുന്നുണ്ട്. അപ്രകാരം തന്നെ മാലിനിയുടെ ജീവിതത്തിലേക്കും വെളിച്ചമില്ലാതായ ചില വ്യക്തികൾ വെളിച്ചത്തോടെ അല്ലെങ്കിൽ വെളിച്ചം നൽകിക്കൊണ്ട് പരസ്പരം തുണയായി കയറി വരുന്നതും അവർ പരസ്പരം തണലാകുന്നതും അതുപോലെ മാലിനിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും ഈ ചിത്രം ചർച്ച ചെയ്യുന്നുണ്ട്. മാലിനി എന്ന ആ വീട്ടമ്മയായ സ്ത്രീ അവരുടെ മാറിടത്തിൽ വന്ന മുറിവുകളെ അവർ എത്ര പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അവരത് സ്വയം അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ ജീവിതത്തിലുണ്ടായ ഇതുമൂലമുണ്ടാകുന്ന മുറിവുകൾ മാറിടം എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് അവരോട് മറുവശത്ത് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ സാധാരണക്കാരായ സ്ത്രീകൾക്ക് അവർ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയവരും അതുപോലെ തന്നെ കുറച്ചുകൂടി വളരെ ധൈര്യവതിയും ഒക്കെ ആയ ഒരു സ്ത്രീ ആയതുകൊണ്ട് അവർ ഈ ഉദ്യമത്തിൽ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരു സ്ത്രീയാണെങ്കിൽ, അതൊരു സാധാരണ വീട്ടമ്മയാണെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളെ എങ്ങനെയായിരിക്കും അവർ കൈകാര്യം ചെയ്തിട്ടുണ്ടാവുക എന്ന് വളരെ സാധാരണക്കാരിയെ പോലെ ഞാനും ഈ ചിത്രം കണ്ടപ്പോൾ ചിന്തിക്കുകയുണ്ടായി. ഇതിൽ ജയ എന്ന് പറയുന്ന ഒരു സഹായിയായിട്ട് വരുന്ന ഒരു സ്ത്രീയെ ഉടലളവുകൾ എപ്രകാരമാണ് ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ രണ്ട് തട്ടിൽപ്പെടുന്ന രണ്ട് സ്ത്രീകളെയാണ് ഇതിൽ ഈ ശരീരശാസ്ത്രം അല്ലെങ്കിൽ മാറിടങ്ങളുടെ അളവുകോൽ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ രണ്ട് സ്ത്രീകളുടെ ജീവിതത്തിൽ എപ്രകാരം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്നുകൂടി ഈ ചിത്രത്തിൽ പറയുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഈ ജയ എന്ന് പറയുന്ന കഥാപാത്രം വളരെ സാധാരണക്കാരിയായ വീട്ടുജോലികളൊക്കെ ചെയ്ത് സഹായിക്കുന്ന, പല വീടുകളിലും ജോലിക്ക് പോയി അന്നന്നൊക്കെയുള്ള വക കണ്ടെത്തുന്ന വളരെ സാധാരണക്കാരിയായ ഒരു ഹോം മെയ്ഡ്. അത് ഒരു വശം. പക്ഷേ അവരുടെ അഴകിനെ പറ്റിയോ അളവിനെ പറ്റിയോ ശരീരത്തെ പറ്റിയോ ഒന്നും അവർ ബോധേഡല്ല. അവർക്ക് അതിനൊന്നും സമയമില്ല. കാരണം സുഖമില്ലാത്ത ഒരു ഭർത്താവും അവരെ ആശ്രയിക്കുന്ന ഒരു കുടുംബവും, അതിനുവേണ്ടി അവർ രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നതും അതിനുവേണ്ടി നെട്ടോട്ടമോടുകയും ചെയ്യുകയാണ് ഈ സ്ത്രീ. മറ്റൊരു വശത്ത് വളരെ സൗന്ദര്യ സങ്കല്പങ്ങൾക്കൊപ്പം ഉയർന്നുകൊണ്ട് സിനിമയിൽ അവസരം അന്വേഷിച്ച് വളരെ ഏറ്റവും നന്നായിട്ട് വസ്ത്രധാരണം നടത്തി അതുപോലെ പല ഓഡിഷനുകളിലൊക്കെ പങ്കെടുത്ത് സിനിമയ്ക്കായി മാത്രം ജീവിക്കുന്ന മറ്റൊരു പെൺകുട്ടി. രണ്ടുപേരും താമസിക്കുന്നത് ഒരേ കോളനി എന്ന് തന്നെ വിശേഷിപ്പിക്കാമെന്ന് തോന്നുന്നു. അത് ഒരേ പശ്ചാത്തലത്തിലാണ് അവർ ജീവിക്കുന്നത്. പക്ഷേ രണ്ടുപേരുടെ ജീവിതത്തിലും ഇത് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തി എന്നുള്ളത് ഈ സിനിമ കടന്നു പോകുന്ന വഴിയെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഒരു ഭാഗത്ത് തൻ്റെ മാറിടത്തിൽ കയറിപ്പിടിച്ച സംവിധായകനെ വളരെ പൗരുഷമായി എന്ന് തന്നെ പറയാം.
കാരണം സ്ത്രീകളൊരിക്കലും പൗരുഷത്വത്തിന് ഒരു സ്ത്രീലിംഗമുണ്ടോ എന്നുള്ളത് ഇപ്പോഴും എനിക്കറിയില്ല. സ്ത്രീത്വം എന്ന് പറഞ്ഞാൽ പോലും അതിനൊരു കുലീനത അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ചേർത്ത് വായിക്കുക. അപ്പോൾ ഈ കുട്ടി വളരെ സധൈര്യമാണ് അയാളെ നേരിട്ടത്. അതുമാത്രമല്ല അവരുടെ ഭാവി ഒരു പക്ഷേ ഭാവി തന്നെ ഇല്ലാതായേക്കാം. എങ്കിൽ പോലും ആ പെൺകുട്ടി വളരെ ബുദ്ധിപൂർവ്വം ഇടപെടുകയും തൻ്റെ അനുവാദമില്ലാതെ തൻ്റെ ശരീരത്തിൽ കടന്നു പിടിച്ച ഒരു മനുഷ്യനെ അവർ വളരെ ശക്തമായി തന്നെ എതിർക്കുകയും അതിന് കൂട്ടുനിന്നു എന്ന് അവർക്ക് തോന്നിയ, അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് തോന്നിയ തൻ്റെ കാമുകൻ അല്ലെങ്കിൽ തൻ്റെ കൂട്ടുകാരനോട് മുഖത്ത് കാറിത്തുപ്പിക്കൊണ്ടാണ് അവരത് പ്രതികരിക്കുന്നത്. മറ്റേ അറ്റത്ത് സിനിമയോ മോഡലിങ്ങോ എന്തെന്നറിയാത്ത വീട്ടുപണി എടുത്ത് ഉപജീവനം നടത്തുന്ന ഒരു സ്ത്രീയിലേക്ക് വളരെ എന്താ പറയുക, യാദൃശ്ചികമായിട്ട് അവരുടെ ശരീരത്തിൽ ഒരു മോഡലിനെ കണ്ടെത്തുകയും അത് സാമ്പത്തികമായി അവരുടെ പരാധീനതകൾ അല്ലെങ്കിൽ അവരുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അത് മുതലെടുക്കുകയും ചെയ്യുന്ന, അതേസമയത്ത് അവരുടെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ വരുന്ന പോസിറ്റീവായ രീതിയിലേക്ക് അത് മാറുന്നുണ്ട്. ആ സന്ദർഭങ്ങളും ഇതിനോട് നമുക്ക് ചേർത്ത് വായിക്കാവുന്നതാണ്. സിനിമയ്ക്കായി അവസരം അന്വേഷിച്ച് നടക്കുന്ന വളരെ മിടുക്കിയായ ഒരു പെൺകുട്ടി ഒരു വശം, മറ്റൊരു വശത്ത് വളരെ യാഥാസ്ഥിതികരായ ഒരു പറ്റം ആളുകളുടെ ഇടയിൽ നിന്നും അതാത് ദിവസത്തെ അന്നത്തിനായി വീട്ടുജോലിക്ക് പോകുന്ന മറ്റൊരു സ്ത്രീ. അത് ഏത് രീതിയിലേക്കാണ് അവരുടെ ജീവിതം മാറ്റി എഴുതപ്പെടുന്നത് എന്നുകൂടി നമുക്കിതിൽ നിന്നും വായിച്ചെടുക്കാൻ പറ്റും. പിന്നീട് നമ്മൾ കാണുകയാണ് വളരെ കോൺഫിഡൻസോടെ, വളരെ ആത്മവിശ്വാസത്തോടെ. അതായത് നമുക്ക് മോഡലിങ്ങിനെയൊക്കെ പറ്റി വളരെ ഒരു മിഥ്യാധാരണയുണ്ട്. മോഡലിങ്ങിന് കാലം എത്ര പുരോഗമിച്ചെന്ന് പറഞ്ഞാലും മോഡലിങ് എന്ന് പറയുന്നത് ഒരു മോശം തൊഴിൽ മേഖലയാണെന്നും അതിൽ പോകുന്ന അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുന്ന പെൺകുട്ടികൾ അല്ലെങ്കിൽ അതിൽ അഭിനയിക്കുന്ന പെൺകുട്ടികളൊക്കെ മോശക്കാരാണ് എന്നും അടിവസ്ത്രത്തിൻ്റെ പരസ്യം ചെയ്താൽ എന്തായാലും തീർച്ചയായിട്ടും അവർ മോശക്കാരികൾ തന്നെ ആയിരിക്കും എന്നും നിയമത്തെ പൊളിച്ചെഴുതിക്കൊണ്ടാണ് ജയ എന്നൊരു കഥാപാത്രം മുന്നേറുന്നത്. അത് വളരെ പ്രശംസനീയമായിട്ട് നമുക്ക് വളരെ പ്രശംസനീയമാണ് ജയയുടെ വരവ് എന്നുള്ളത്. അതേസമയം എല്ലാ യോഗ്യതകളും ഉണ്ടായിട്ടും സിനിമ ആവശ്യപ്പെടുന്ന നിറവും സൗന്ദര്യവും അതുപോലെ തന്നെ അഴകളവുകളും എല്ലാം ചേർന്ന ഒരു പെൺകുട്ടിക്ക് തൻ്റെ ശരീരം മറ്റൊരാൾക്ക് അടിയറവ് വയ്ക്കാത്തതിനാൽ സിനിമയിലെ വരവ് അല്ലെങ്കിൽ സിനിമയിലേക്കുള്ള വരവ് നിഷേധിക്കപ്പെടുന്നതും അവരതിനെ വേണ്ട എന്ന് വെക്കുന്നതുമായ മറ്റൊരു നടി. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഈ സിനിമ എന്ന് പറയുന്ന മേഖലയിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അത് പ്രതികരിക്കുന്നവരും പ്രതികരിക്കാത്തവരും ആയ രണ്ട് കൂട്ടരുണ്ട്. അവരുടെ ജീവിതത്തിൽ എപ്രകാരമാണ് മാറ്റങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ സംവിധായിക വളരെ ഒരു മടിയുമില്ലാതെ അത് തുറന്നു കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവർക്കും ജീവിതത്തിൽ ഒരുപക്ഷെ ഇതൊരു പലരുടെ ഭാഗത്തു നിന്നും നാളെ ചിലപ്പോൾ ആരോപണങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. എങ്കിൽ പോലും ഇതൊരു ധൈര്യപൂർവ്വമുള്ള ചുവടുവയ്പ്പാണ് എന്ന് വേണം പറയാനായിട്ട്. ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറയാൻ ധൈര്യം കുറച്ചൊന്നും പോരാ. മറ്റൊരു കഥാപാത്രം +2 പഠിക്കുന്ന നിധി എന്ന കഥാപാത്രം. +2 പഠിക്കുന്ന, പക്ഷേ വേറൊരു വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ചർച്ച ചെയ്യുന്നത് മുഴുവനും സ്ത്രീ ലൈംഗികത അല്ലെങ്കിൽ സ്ത്രീയുടെ നഗ്നത എന്ന് ഒരു പൊതുബോധമുള്ള അല്ലെങ്കിൽ ആളുകൾ കൃത്യമായിട്ട് സ്ഥലങ്ങൾ, മാറിടങ്ങൾ, മുലകൾ എന്നെല്ലാം പറയുന്ന ഈ ഒരു ഭാഗത്തെക്കുറിച്ച് നഗ്നതയോട് അല്ലെങ്കിൽ ഒരു അഡൾട്ടറിയിൽ മാത്രം സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. അല്ലെങ്കിൽ അവർക്ക് ഇത് എന്ന് പറഞ്ഞാൽ നഗ്നത മാത്രമാണ് എന്ന് പറയുന്നവരോടുള്ള ഒരു മറുപടി കൂടിയാണ് ഈ ചിത്രം. ഇത്രയും മനോഹരമായിട്ട് യാതൊരു അശ്ലീലത്തിൻ്റെ
നമുക്ക് കുട്ടികൾക്ക് പോലും ധൈര്യമായിട്ടിരുന്ന് കാണാവുന്ന രീതിയിൽ ഏറ്റവും മനോഹരമായിട്ടാണ് ഇതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതിൽ നമുക്ക് അശ്ലീലതയുടെ ഒരു മുഖമേ വായിച്ചെടുക്കാൻ സാധിക്കില്ല. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് കഥ പറയുന്ന മാറിടങ്ങളെക്കുറിച്ച് പോലും ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അത് പറയാതെ പറ്റത്തില്ല. അത്രയ്ക്ക് മനോഹരമാണ് ഇതിലെ ഓരോ കഥാപാത്രങ്ങളുടെ മാറിടങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും മാറിടങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്ന രീതി. നിധി എന്ന് പറയുന്ന കുട്ടി അവളുടെ പാൽ ചുരത്തി ആ ക്ലോസറ്റിലേക്ക് ഒഴിക്കുമ്പോൾ ഓരോ അമ്മമാരുടെ മാറിടങ്ങളും തിങ്ങി നിറയുന്ന അനുഭവമാണ് നമുക്കുണ്ടാവുക. അമ്മയാണ് 12 വയസ്സുള്ളെങ്കിൽ പോലും, 12ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അവൾ 17ലോ 18ലോ ആയിരിക്കും അവൾ യാത്ര ചെയ്യുന്നത് എങ്കിൽ പോലും അവളുടെ മനസ്സിലെ മാതൃത്വം, ആ കുഞ്ഞിനെ അടുത്ത് പിടിച്ച് ഓമനിച്ച് അതിനെ പാല് കൊടുക്കുമ്പോൾ അവൾക്ക് തോന്നുന്ന ഒരു അനുഭൂതി ക്യാമറ കൃത്യമായിട്ട് ഒപ്പിയെടുക്കുന്നുണ്ട്. ഏറ്റവും ഒരച്ഛനും അമ്മയും ചേർന്ന് അവളുടെ മാതൃത്വത്തെ നിഷേധിക്കുന്ന ഒരു രംഗമുണ്ട്. ആ രംഗം നമുക്ക് വളരെ അവിശ്വസനീയതയോടെ മാത്രമാണ് ഓരോ പ്രേക്ഷകർക്കും കാണാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് അമ്മമാർക്ക്, നമ്മളെപ്പോഴും അച്ഛന്മാരെയാണ് ക്രൂരന്മാരായിട്ട് വായിക്കുകയും എഴുതുകയും സംസാരിക്കുകയും ചെയ്യാറ്. പക്ഷേ എങ്ങനെയാണ് മാതൃത്വം കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒരമ്മ ഒരു മകളോട് ഈ ചതി ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർക്കത് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് നമ്മൾ അത്ഭുതത്തോടെ നോക്കിയിരുന്നു പോകും. ആ കുഞ്ഞ് കിടന്ന് നിലവിളിക്കുമ്പോഴും അതുപോലെ അത് കൈകാലിട്ടടിക്കുമ്പോഴും ഈ കുട്ടി വല്ലാതെ തത്രപ്പെട്ടാണ് തൻ്റെ ഉള്ളിലെ ത്വരയെ അടക്കി വെച്ച്, ആ കുട്ടിക്ക് പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ അവൾ അമർന്നിരുന്ന് പഠിത്തത്തിലേക്ക് മനഃപൂർവ്വമായ ശ്രദ്ധ മാറ്റുന്ന ഒരു രംഗമുണ്ട്. ഒളിച്ച് പാല് കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ പിടിക്കപ്പെടുന്ന ഒരു രംഗമുണ്ട്. അതൊക്കെ പ്രേക്ഷകരിൽ മനസ്സിൽ ആഴത്തിൽ പതിയുന്ന ഒരു രംഗമാണ്. അവസാനം അവൾ എത്തപ്പെടുന്നതും, അവൾക്ക് എത്രയൊക്കെ കംഫർട്ട് സോണുകൾ ഉണ്ടായിട്ടും ആ കുഞ്ഞിനോട് കൂടെ ആയിരിക്കുന്നതാണ് അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കംഫർട്ട് എന്ന് അവൾ തിരിച്ചറിയുന്ന നിമിഷത്തിലേക്ക് എത്തുന്നതോടെ അവളുടെ ജീവിതത്തിൽ മറ്റൊരു മാറ്റം സംഭവിക്കും എന്ന് പ്രേക്ഷക എന്ന നിലയിൽ ഞാനും പ്രത്യാശിക്കുകയാണ്. സിനിമാ മേഖലകളിലും അതുപോലെ തന്നെ വിനോദസഞ്ചാര മേഖലകളിലും ധാരാളം സ്ത്രീകൾ തൊഴിലിടങ്ങളിൽ ചൂഷണം ചെയ്യപ്പെടുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. അല്ലെങ്കിൽ അത് എപ്പോഴും ചർച്ച ചെയ്യുന്നൊരു സംഗതിയാണ്. മറ്റുള്ള തൊഴിൽ മേഖലകളിൽ ഇത് അന്യമാണ് എന്നല്ല, പക്ഷേ ഇത് കുറച്ച് കൂടുതലായി ആളുകൾ ഈ ഇടങ്ങളിലാണ് കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നത് എന്ന് പൊതുവെ പലപ്പോഴും നമ്മൾ അറിഞ്ഞും അറിയാതെയും പറയുന്നതോ അല്ലെങ്കിൽ കേട്ട് പരിചയമുള്ളതോ ആയ ഒരു സംഗതിയാണ്. അപ്പോൾ ഇമാൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിലൂടെ ഇതേ തൊഴിലിടങ്ങളിലെ ചൂഷണവും അതുപോലെ തന്നെ സ്ത്രീയുടെ അഴകളവുകൾ അല്ലെങ്കിൽ അവളുടെ ശരീരം എപ്രകാരമായിരിക്കണം ഒരു ജോലിക്ക് അനുയോജ്യമാകേണ്ടത്, അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട് സ്ത്രീ ശരീരം എപ്രകാരമാണ് എന്താ പറയുക ചൂഷണം ചെയ്യപ്പെടുന്നത് എന്നുള്ളത് ഇമാൻ എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ നമ്മളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. മാറിടം കുറഞ്ഞതിൻ്റെ പേരിൽ അല്ലെങ്കിൽ മാറിടത്തിൻ്റെ അളവ് കുറഞ്ഞതിൻ്റെ പേരിൽ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട, എപ്പോഴും ഒരുതരം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അനുഭവിക്കുന്ന ഒരു കഥാപാത്രമാണ് ഇമാൻ. അനാവശ്യമായിട്ട് അവർ വളരെയധികം ഈ കാര്യത്തിൽ കോൺഷ്യസ് ആണ്. അതിനുവേണ്ടി ധാരാളം മരുന്നുകൾ കഴിക്കുന്നതായിട്ടും അതുപോലെ തന്നെ ഇതിനുവേണ്ടി ധാരാളം സ്ട്രെയിൻ ചെയ്യുന്നതായിട്ടും അതവരെ മാനസികമായിട്ട് വല്ലാതെ ഉലയ്ക്കുന്നതായിട്ടും നമുക്ക് ഈ ചിത്രത്തിൽ ഇമാനിനോട് കൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമാണ്. ഈ മാറിടത്തിൻ്റെ തൂക്ക വ്യത്യാസം അല്ലെങ്കിൽ അതിൻ്റെ അളവുകോൽ എന്ന് പറയുന്നത് തൊഴിലിടവുമായിട്ട് ഇത്രയധികം ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ അതിശയത്തോടു കൂടിയാണ് കാണാൻ സാധിക്കുന്നത്. പല കാര്യങ്ങളും അവരോട് നിഷേധിക്കപ്പെടുന്ന, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഇതൊരു തരം പറ്റീരായിപ്പോയല്ലോ എന്ന് പറയുന്നിടത്ത് മാറിടം വെച്ചിട്ടാണോ അല്ലെങ്കിൽ മാറിടത്തിൻ്റെ അളവ് നോക്കിയാണോ വിവാഹ കമ്പോളത്തിൽ സ്ത്രീയുടെ മാർക്കറ്റ്, അല്ലെങ്കിൽ മാറിടത്തിൻ്റെ തൂക്കമാണോ
ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് നമ്മളെങ്ങനെയാണത് അവിശ്വസനീയതയോടുകൂടിയാണ് നമ്മൾക്കത് കേൾക്കേണ്ടി വരുന്നത്. പറ്റീരായിപ്പോയല്ലോ എന്ന് പറയുമ്പോൾ നടുങ്ങുന്ന ഒരു സ്ത്രീയുടെ മുഖം നിങ്ങൾക്ക് വായിച്ചെടുക്കാനാകുമോ? അല്ലെങ്കിൽ നിങ്ങൾക്കത് അനുഭവിക്കാനാകുന്നുണ്ടോ? പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടോ? എനിക്കറിയാം അത് വളരെ അവിശ്വസനീയമായിട്ട് നമുക്ക് തോന്നാം. അത് ഉടനീളം ആ കഥാപാത്രത്തെ നീറ്റുന്ന ഓർമ്മയായി ചിത്രം അവസാനിക്കുമ്പോൾ നമുക്കൊരാശ്വാസമാണ് തോന്നുന്നത്. കാരണം അവരിത്തരത്തിലുള്ള സങ്കല്പങ്ങൾക്കെല്ലാം അപ്പുറം കടക്കുകയും അവർ ഇത്തരത്തിലുള്ള ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ എന്തെല്ലാം അവരുടെ സൗന്ദര്യത്തിന് വേണ്ടി അതിനെത്രത്തോളം അവർ സ്ട്രെയിൻ ചെയ്തിട്ടുള്ളൂ അതെല്ലാം അവർ വേസ്റ്റ് ബിന്നിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയും അവർ വളരെ ആത്മവിശ്വാസത്തോടെ കടന്നു പോവുകയും ഈ സൗന്ദര്യ സങ്കല്പങ്ങൾക്കെല്ലാം അപ്പുറം അഴകളവുകൾക്കെല്ലാം അപ്പുറം ഒരു ശരീരം മാത്രമല്ല സ്ത്രീ എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് അവർ നമ്മുടെ മുന്നിലൂടെ വളരെ അഭിമാനബോധത്തോടെ കടന്നു പോകുന്നത്. വളരെ സന്തോഷം തോന്നും ആ ഒരു കാഴ്ച. അതുപോലെ അവരോട് ചേർന്ന് നിൽക്കുന്ന സിയ എന്ന് പറയുന്ന വളരെ ശക്തയായ അല്ലെങ്കിൽ ശക്തനായ കഥാപാത്രം എന്ന് വേണം പറയാൻ. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ വളരെയധികം ചർച്ച ചെയ്യുന്നുണ്ട് ഒരു ട്രാൻസ് എന്ന് പറയുന്ന അവസ്ഥ. അവൾ പുരുഷനാണോ സ്ത്രീയാണോ എന്ന് മനസ്സുകൊണ്ട് വായിച്ചെടുക്കാതെ ഉടൽ കൊണ്ട് വായിച്ചെടുക്കുന്ന ഒരു ശാസ്ത്രം. ആ ശാസ്ത്രം എന്തെന്നറിയാതെ ജീവിക്കുന്ന കുറേ മനുഷ്യർ, അവരുടെ പ്രതിനിധിയാണ് സിയ എന്ന് പറയുന്ന കുട്ടിയോട് ഞാൻ നിൻ്റെ മുലയിലൊന്ന് പിടിക്കട്ടെ എന്ന് ചോദിക്കുന്ന 10ലോ 12ലോ പഠിക്കുന്ന അല്ലെങ്കിൽ 17ഓ 18ഓ വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയെ നമുക്ക് നമ്മുടെ ചുറ്റുപാടും കാണാൻ സാധിക്കും. അവൻ്റെ ആഗ്രഹം എന്ന് പറയുന്ന ആ സിനിമ, ഇതേ ചിത്രം അവസാനിക്കുന്നതും ഈ ഒരു വാചകത്തിലാണ്. എന്താണ് പെണ്ണ് എന്ന് വായിച്ചെടുക്കുന്നത്. അതായത് മാറിടങ്ങൾ ഉള്ളതും മാറിടങ്ങൾ ഇല്ലാത്തതുമായ അവസ്ഥയാണ് ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു പുരുഷൻ്റെ സ്വത്വം അല്ലെങ്കിൽ അവൻ ആര് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചിത്രം. അതായത് നമ്മൾ എത്ര സിനിമകൾ വന്നാലും എത്ര കഥാപാത്രങ്ങൾ നമ്മളിലൂടെ കടന്നു പോയാലും ഒരിക്കലും മാറ്റി എഴുതപ്പെടാൻ പറ്റാത്ത ഒരു ചരിത്രം അല്ലെങ്കിൽ പഠിപ്പിച്ചു വെച്ച ജീവിത പാഠങ്ങൾ കുട്ടികളുടെ ഉള്ളിൽ അല്ലെങ്കിൽ നമുക്ക് ചുറ്റും കാണുന്ന മനുഷ്യരുടെ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അതായത് വിത്ത് ഓർ വിത്തൗട്ട് എന്നുള്ളത്, അതായത് മാറിടമുള്ളവർ മാറിടമില്ലാത്തവർ എന്ന് പറയുമ്പോൾ അതിലെ ഒരു അവ്യക്തത, അതായത് മനസ്സല്ല ഒരു മനുഷ്യൻ, ശരീരമാണ് ഒരു മനുഷ്യൻ എന്ന് വീണ്ടും വീണ്ടും നമ്മൾ മനുഷ്യർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മനസ്സും ശരീരവും ചേർന്ന ഒരു വ്യക്തിയാണ് ഒരു മനുഷ്യൻ, ഒരു യഥാർത്ഥ മനുഷ്യൻ എന്നുള്ളതിന് പകരം ശരീരം മാത്രമാണ് ഇവൻ അല്ലെങ്കിൽ ഇവൾ എന്ന് പറഞ്ഞു വയ്ക്കുന്ന ഈ ചിത്രം നമുക്ക് നൽകുന്ന ഒരു വലിയ സന്ദേശം. ഒരു മനുഷ്യനെ തിരിച്ചറിയുന്നത് അവൻ്റെ അളവുകളോ അല്ലെങ്കിൽ അവൻ്റെ ബാഹ്യ സൗന്ദര്യമോ അല്ലെങ്കിൽ അവൻ്റെ ഫിറ്റ്നസ്സോ അല്ല, അങ്ങനെ ഇതൊന്നുമല്ല. അവനാണ്, അവളാണെന്ന് അവനോ അവളോ പറയും. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് എന്നുള്ളത് തന്നെയാണ്. എല്ലാ കഥാപാത്രങ്ങളെയും നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അവരെ പരസ്പരം പൂരകങ്ങളായി, അവർ പരസ്പരം താങ്ങും തണലുമായി നിലകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ചിത്രം അവസാനിക്കുന്നത്. സിയ എന്ന് പറയുന്ന കഥാപാത്രം, ആ കഥാപാത്രം സാധാരണ ഈ മോഡലിംഗ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജോലികൾ എന്നൊക്കെ പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് വളരെ ഉയർന്ന ശ്രേണിയിലുള്ള അല്ലെങ്കിൽ കൈപിടിക്കാൻ പറ്റാത്തത്ര ഉയരത്തിലുള്ളവർക്ക് വളരെ ട്രൈ ചെയ്ത് മാത്രം കിട്ടുന്ന അവസരമാണെന്നൊക്കെ ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഒരു മിഥ്യാധാരണ നമുക്കിടയിലുണ്ട്. സിയ ആ ചരിത്രവും പൊളിച്ചെഴുതുകയാണ്. വളരെ സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയ്ക്ക് മോഡലാകാനുള്ള എല്ലാ യോഗ്യതകളുമുണ്ട്. അത് വളരെ ആത്മവിശ്വാസത്തോടെ ചെയ്യേണ്ട ജോലിയാണ് എന്ന് ആത്മവിശ്വാസത്തിൻ്റെ കരുത്തോടെ മുന്നോട്ട് വരിക എന്ന ബോധ്യപ്പെടുത്തലിലൂടെ ഈ ജയ എന്ന് പറയുന്ന കഥാപാത്രത്തെ കൈപിടിച്ചുയർത്തുന്ന ഒരു മനുഷ്യ സ്നേഹിയെ നമുക്ക് കാണാം. എപ്പോഴാവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം എന്ന് പറയുന്നിടത്ത് അവർ നൽകുന്ന ഒരു ആത്മവിശ്വാസം, അത് ഈ സിനിമയിൽ നമുക്ക്
കാണുന്ന പ്രേക്ഷകർക്ക് വല്ലാത്തൊരാശ്വാസമാണ് നൽകുന്നത്. കഥാപാത്രങ്ങളെ ആദ്യം മുതൽ അന്ത്യം വരെ നമ്മൾ ഒന്ന് വായിച്ചെടുക്കുകയാണെങ്കിൽ മാലിനി എന്ന കഥാപാത്രത്തിൻ്റെ കൂടെ ലയിക്കുന്ന അന്യ കഥാപാത്രങ്ങൾ നിധിയും കുഞ്ഞും, അതുപോലെ ഇവരെത്തിച്ചേരുന്ന ഒരു സ്ഥലം, അടുത്ത കഥാപാത്രം സിയ എന്ന കഥാപാത്രം ഇമാനോട് കൂടി ചേരുമ്പോൾ നമ്മൾ കുറേ നേരമായിട്ട് ടെൻഷൻ അടിച്ച് ബലം പിടിച്ച് എന്ത് സംഭവിക്കും എന്നാലോചിച്ച് വിഷമിച്ചിരുന്ന ഒരു വലിയ പ്രശ്നത്തിന് പരിഹാരമാവുകയാണ്. രണ്ട് വ്യക്തികൾ തമ്മിൽ പരസ്പരം ഉള്ളുകൊണ്ട് മനസ്സിലായാൽ, അല്ലെങ്കിൽ അവർക്ക് ഉള്ളു തൊട്ടറിയാൻ സാധിച്ചാൽ ജീവിതം വളരെ എളുപ്പമാണ്, പങ്കാളിത്തം വളരെ എളുപ്പമാണ്, ജീവിക്കുക അതിലേറെ എളുപ്പമാണ് എന്ന്, അതിൽ നമുക്കൊരു ജെൻഡർ രാഷ്ട്രീയമില്ല എന്ന് സിയയും ഇമാനും അവരുടെ ജീവിതത്തിലൂടെ നമ്മളെ കാണിച്ചു തരുന്നു. അതുപോലെ നിധി ആയാലും ജയ ആയാലും വളരെ കരുത്തുറ്റ അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടെ ജീവിതത്തെ നേരിടുന്ന ഒരു സന്തോഷം പകർന്നു നൽകിക്കൊണ്ടാണ് ബ്രേസിയർ എന്ന് ഉറക്കെ പറയാൻ മടിക്കുന്ന, ഉൾവസ്ത്രം എന്ന് അടക്കി പറയുന്ന ഈ ഒരു അഴകളവിനെ നമ്മുടെ ശ്രുതി വളരെ കൃത്യമായി കീറി മുറിച്ച് വളരെ മനോഹരമായി വരച്ചിട്ടിരിക്കുന്നത്. വളരെ അഭിമാനത്തോടു കൂടി മാത്രം ഈ ചിത്രം അല്ലെങ്കിൽ ഈ ചിത്രത്തെ സംബന്ധിച്ചുള്ള എൻ്റെ ചെറിയ അറിവുകൾ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഏതൊരു സ്ത്രീക്കും അഭിമാനത്തോടെ പറയാൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് ഈ അവസരം ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ പലപ്പോഴും അല്ലെങ്കിൽ പിരിച്ചെഴുതേണ്ട അല്ലെങ്കിൽ ഇനിയും എഴുതപ്പെടേണ്ട, തിരുത്തി എഴുതേണ്ട ഒരു വലിയ കാര്യമുണ്ട്. ഏതെങ്കിലും കുത്തക കമ്പനികളുടെ കയ്യിലോ അല്ലെങ്കിൽ വസ്ത്രവ്യാപാര ശൃംഖലയുടെ കയ്യിലോ എഴുതപ്പെടേണ്ടതല്ല ഒരു സ്ത്രീയുടെ അഴകളവുകൾ. ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രധാരണം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം ധരിക്കുവാനായിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ, അല്ലെങ്കിൽ ഒരു തുണിക്കടയിൽ പോയാൽ, അല്ലെങ്കിൽ എത്രയും വലിയൊരു ഷോപ്പിംഗ് മാളിൽ പോയാൽ പോലും അത് ഒരു സൈസ് എന്ന് പറയുന്ന ഡിസൈൻ ചെയ്ത് വച്ചിരിക്കുന്നത് കുത്തക കമ്പനികളോ അല്ലെങ്കിൽ വസ്ത്രവ്യാപാര ശൃംഖലകളോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കമ്പനികളോ ആയിരിക്കും. പക്ഷേ നമ്മൾ തിരിച്ചറിയപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇന്ന അളവ് മുതൽ ഇന്ന അളവ് വരെ എന്ന് എഴുതപ്പെട്ട ഒരു മാർജിൻ, അത് പൊളിച്ചെടുക്കേണ്ടത് ഒരു സ്ത്രീയുടെ കൂടെ ബാധ്യതയാണ്. അതിനപ്പുറത്തുമുള്ള സ്ത്രീയുണ്ട്, അവർക്ക് അവർ വഹിക്കുന്ന ഒരു ശരീരമുണ്ട്, അതിൻ്റെ പുറകിലേക്കും ഒരു ശരീരമുണ്ട്. ആ മാർജിൻ്റെ ഉള്ളിൽ നിൽക്കേണ്ടവളല്ല സ്ത്രീ, അല്ലെങ്കിൽ ആ മാർജിൻ്റെ ഉള്ളിൽ എഴുതപ്പെടേണ്ടതല്ല സ്ത്രീയുടെ ശരീരശാസ്ത്രം എന്ന് ഇനിയെങ്കിലും കമ്പനികളും വസ്ത്രവ്യാപാരികളും തിരിച്ചറിയട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ നമ്മുടെ ചാനൽ 13.8 എന്ന സിനിമാ ചർച്ച ഈ സിനിമയെക്കുറിച്ച് അഴകളവിൻ്റെ ശാസ്ത്രത്തെക്കുറിച്ച് ഞാൻ വളരെ സന്തോഷത്തോടുകൂടി പങ്കുവയ്ക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.